മകേരമര, തിരുവാതിര, പുണർദം, മുക്കാലടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മിഥുന രാശി എന്ന് പറയുന്നത് അല്ലെ. മിഥുന രാശിക്കാർക്ക് മാത്രമല്ല മിഥുന ലഗ്നക്കാർക്കും കാണാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ മിഥുന രാശിയെ സംബന്ധിച്ച് ഈ ഒരു മാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രഹസ്ഥിതി നമുക്ക് നോക്കാം അല്ലെ. കുജനും ശുക്രനും ആദിത്യനും മിഥുനത്തെ സംബന്ധിച്ച് ജനുവരി ആദ്യ 2 ആഴ്ച 7ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുക, ധനുരാശിയിൽ. ആ 15-ന് ശേഷം എന്താണ് മകരൻ രാശിയിലേക്ക്, അതായത് നമ്മുടെ 8ാം രാശിയിലേക്ക്, 8ാം ഭാവത്തിലേക്ക് എന്ത് ചെയ്യുന്നു, രാശി ഗ്രഹങ്ങളെല്ലാം കൂടി മാറുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജന്മത്തിൽ തന്നെയാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് പറയുന്നത്. അതുപോലെ തന്നെ 10ാം ഭാവത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു. ഈ ടൈം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരിശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ ഒരു 3rd വീക്ക് മുതൽ, അതായത് ഒരു 14-15 തീയതിയൊക്കെ ശേഷം മുതൽ നമുക്ക് എന്താണ് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാം. ചെറിയ തടസ്സങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഒബ്സ്റ്റക്കിൾ ആയിട്ട് വരുന്നതൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും നമ്മുടെ പരിശ്രമത്തിലൂടെ കേട്ടോ. ഇപ്പൊ തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള വർക്ക് ലോഡ് ഒക്കെ വരുന്ന ഒരു മാസം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ട മാസം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. വരുമാന കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ വരുമാന കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന മാസം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് ഒരു എന്താണ് പുരോഗതിയായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 8ാം ഭാവത്തിലേക്ക് ഗ്രഹങ്ങളെല്ലാം കൂടി നിൽക്കുമ്പോൾ നമുക്ക് 2ലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്, നമ്മുടെ 2ാം രാശിയിലേക്ക്. അതായത് ഇവരുടെ 7ാം ദൃഷ്ടി, അതായത് നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ, ബുധൻ, കുജൻ, ശുക്രൻ, ഇവർ 4 പേരും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ 2ാം ഭാവം അതായത് കർക്കിടക രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. സോ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാവുന്ന ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാസത്തിന്റെ ആദ്യം നോക്കിയാൽ ഈ ഒരു ഇത്രാം ഗ്രഹങ്ങളിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടിയും കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിലേക്ക് ഇവരുടെ ദൃഷ്ടിയും വരുന്നുണ്ട്. സോ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ സമയമാണ് ഇതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് കഴിഞ്ഞാൽ വരുമാന കാര്യങ്ങളിലൊക്കെ വർധനവ് ഉണ്ടാക്കാൻ, വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കാനും യോഗം കാണുന്ന സമയമാണ്. തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ പറയാം. നമുക്ക് കുറച്ച് ഹാർഡ് വർക്ക്, കുറച്ച് കഠിനാധ്വാനം ആവശ്യമായിട്ട് വേണ്ടി വരുന്ന സമയമാണ് ജനുവരി 2026 എന്ന് പറയുന്നത്.